കഴിഞ്ഞ 3 മാസത്തിലേറെയായി പശ്ചിമേഷ്യയെ ഗ്രസിച്ചിരുന്ന ഭയാനകമായ യുദ്ധകാലത്തിന് വിരാമം ഇട്ടുകൊണ്ട് അമേരിക്കയും ഇറാനും തമ്മിൽ ഒരു ചരിത്രപരമായ സമാധാന കരാറിൽ ഒപ്പുവെക്കാൻ ഒരുങ്ങുന്നു. ജൂൺ 19-ന് സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ വെച്ച് നടക്കുന്ന കരാർ ഒപ്പിടൽ ചടങ്ങിലൂടെ മേഖലയിൽ ശാശ്വതമായ സമാധാനം പുനഃസ്ഥാപിക്കാനാണ് ഇരു രാജ്യങ്ങളും ലക്ഷ്യമിടുന്നത്. എന്നാൽ ഈ സമാധാനത്തിന്റെ നിലനിൽപ്പ് പലപ്പോഴും ചർച്ചാ വിഷയമാകുന്ന ഇറാന്റെ 440 കിലോ യുറേനിയം ശേഖരത്തിന്റെ ഭാവി എന്ത് എന്നതിനെ ആശ്രയിച്ചിരിക്കും. പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ നടന്ന അതിതീവ്രമായ നയതന്ത്ര ചർച്ചകൾക്കൊടുവിൽ പശ്ചിമേഷ്യയെ ഗ്രസിച്ചിരുന്ന ഭയാനകമായ യുദ്ധകാലത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് അമേരിക്കയും ഇറാനും തമ്മിൽ ഒരു നിർണായകമായ സമാധാന കരാറിൽ ഒപ്പുവെക്കാൻ തീരുമാനിച്ചത് ആഗോള രാഷ്ട്രീയ രംഗത്ത് വലിയൊരു വഴിത്തിരിവായി മാറിയിരിക്കുകയാണ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ 80ാം ജന്മദിനത്തിന് തൊട്ടു മുൻപുള്ള ദിവസങ്ങളിൽ തന്നെ ഈ ചരിത്രപരമായ കരാർ പൂർത്തിയായതായി പ്രഖ്യാപിച്ചത് വലിയൊരു ആശ്വാസമായാണ് അന്താരാഷ്ട്ര സമൂഹം നോക്കിക്കാണുന്നത്. കരാറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വശമായി കണക്കാക്കപ്പെടുന്നത് മേഖലയിലെ സംഘർഷങ്ങൾക്ക് വിരാമം വിട്ടുകൊണ്ടുള്ള അടിയന്തര വെടിനിർത്തലാണ്. ലെബനൻ ഉൾപ്പെടെയുള്ള എല്ലാ യുദ്ധമുഖങ്ങളിലും ഉടനടി സൈനിക നടപടികൾ നിർത്തിവെക്കാൻ ഇരു രാജ്യങ്ങളും പരസ്പരം സമ്മതിച്ചിരുന്നു. ഇതിനു പുറമെ ലോകമെമ്പാടുമുള്ള ഊർജ്ജ വിപണിയിൽ വലിയ അനിശ്ചിതത്വത്തിനും പ്രതിസന്ധിക്കും കാരണമായി കൊണ്ടിരിക്കുന്ന ഹോർമുസ് കടലിടുക്കിലെ US നാവിക പ്രതിരോധം പൂർണ്ണമായും നീക്കം ചെയ്യാൻ പ്രസിഡന്റ് ട്രംപ് നേരിട്ട് നിർദ്ദേശം നൽകിയത് വിപണിയിൽ വലിയ ഉണർവ് നൽകുന്ന നടപടിയാണ്. കേവലം സൈനികമായ തീരുമാനങ്ങൾ മാത്രമല്ല, മറിച്ച് ഇരു കൂട്ടരും സാമ്പത്തികപരമായ സഹകരണത്തിലേക്കും ചുവടുവെക്കുന്നു എന്നതാണ് ഈ കരാറിന്റെ മറ്റൊരു പ്രത്യേകത. ഇതിന്റെ ഭാഗമായി വർഷങ്ങളായി നിലനിന്നിരുന്ന ഉപരോധങ്ങൾ ഘട്ടം ഘട്ടമായി നീക്കം ചെയ്യാനും തടഞ്ഞുവെക്കപ്പെട്ടിരുന്ന $24 ബില്യൺ വരുന്ന ഇറാനിയൻ ആസ്തികളിൽ നിന്ന് പകുതി തുക അടിയന്തരമായി റിലീസ് ചെയ്യാനും ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയിൽ എത്തിയിട്ടുണ്ട്. ഇത് മേഖലയിലെ ശാശ്വതമായ സമാധാനം കെട്ടിപ്പടുക്കുന്നതിനും സാമ്പത്തിക സ്ഥിരത കൈവരിക്കുന്നതിനും നിർണായകമായ ഒരു ചുവടുവെപ്പായി മാറും. ഇറാനും അമേരിക്കയും തമ്മിലുള്ള സമാധാന ചർച്ചകളിലെ ഏറ്റവും നിർണായകമായ തന്ത്രപ്രധാനവുമായ ഘടകം ഇറാന്റെ കൈവശമുള്ള 440 കിലോഗ്രാം സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരമാണ്. ഇത് ഇറാന്റെ ആണവായുധ മോഹങ്ങളുടെ പ്രതീകമായി പലരും കാണുമ്പോൾ തന്നെ മറുഭാഗത്ത് ചർച്ചാമേശയിലെ വലിയൊരു വിലപേശൽ ശക്തിയായും ഈ ശേഖരം നിലകൊള്ളുന്നു. എന്തുകൊണ്ടാണ് ഈ യുറേനിയം ശേഖരം പാശ്ചാത്യ രാജ്യങ്ങൾക്ക് ഇത്രയധികം ആശങ്ക സമ്മാനിക്കുന്നത് എന്ന് പരിശോധിച്ചാൽ നിലവിൽ 60% വരെ സമ്പുഷ്ടീകരിച്ച് ഈ യുറേനിയം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ആയുധ നിലവാരത്തിലേക്ക് ഉയരാൻ ഇറാന് സാധിക്കുമെന്ന സുരക്ഷാ ഏജൻസികളുടെ വിലയിരുത്തലാണ് ഇതിന് പ്രധാന കാരണം. ഈ 440 കിലോ യുറേനിയം ശേഖരം ഏകദേശം 10ഓളം ആണവായുധങ്ങൾ വരെ നിർമ്മിക്കാൻ സാധിക്കുമെന്ന കണക്കുകൾ ആഗോളതലത്തിൽ വലിയ ആശങ്കയാണ് പടർത്തുന്നത്. ഇതേ തുടർന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം ഈ യുറേനിയം ശേഖരത്തെ ന്യൂക്ലിയർ ഡസ്റ്റ് എന്ന് വിശേഷിപ്പിക്കുകയും ഇത് പൂർണ്ണമായും നശിപ്പിക്കുകയോ അല്ലെങ്കിൽ ഇറാനിൽ നിന്ന് പൂർണ്ണമായി നീക്കം ചെയ്യുകയോ ചെയ്യണമെന്ന അങ്ങേയറ്റം കടുത്ത നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. സമാധാനത്തിനായുള്ള ഏത് ചർച്ചകളിലും ഈ യുറേനിയം ശേഖരത്തിന്റെ ഭാവി സംബന്ധിച്ച തർക്കം ഒരു വലിയ തടസ്സമായി തുടരുന്നതും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിശ്വാസരാഹിത്യം വർദ്ധിപ്പിക്കുന്നതുമാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിന്റെ പ്രധാന പ്രത്യേകത. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ആണവ തർക്കത്തിന് അറുതി വരുത്താൻ അന്താരാഷ്ട്ര തലത്തിൽ പ്രധാനമായും 3 നിർദ്ദേശങ്ങളാണ് ചർച്ചാ വിഷയമായിരിക്കുന്നത്. ഇറാനിലെ യുറേനിയം ശേഖരം അന്താരാഷ്ട്ര മേൽനോട്ടത്തിൽ മറ്റൊരു രാജ്യത്തേക്ക് മാറ്റുക, ആണവായുധം നിർമ്മിക്കാൻ കഴിയാത്ത വിധം യുറേനിയത്തിന്റെ സമ്പുഷ്ടീകരിച്ച നിലവാരം താഴ്ത്തുക, അല്ലെങ്കിൽ ഇറാനിൽ തന്നെ സൂക്ഷിക്കുകയാണെങ്കിൽ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ നിരന്തരവും കർശനവുമായ നിരീക്ഷണത്തിലാക്കുക എന്നിവയാണ് ഈ നിർദ്ദേശങ്ങൾ. ഈ 3 മാർഗങ്ങളിൽ മൂന്നാമത്തെ ഓപ്ഷനോടാണ് ഇറാൻ ഏറെ താല്പര്യം പ്രകടിപ്പിക്കുന്നത്. തങ്ങളുടെ ആണവ കേന്ദ്രങ്ങളിൽ അന്താരാഷ്ട്ര നിരീക്ഷണം തുടരുന്നത് ഒരു പരിധിവരെ അംഗീകരിക്കാൻ അവർ തയ്യാറാണെന്ന് ഇതിലൂടെ വ്യക്തമാക്കുന്നു. എന്നാൽ യുറേനിയം ശേഖരം ഇറാനിൽ തന്നെ സൂക്ഷിക്കുന്നതിനോട് അമേരിക്കയ്ക്ക് കടുത്ത വിയോജിപ്പാണുള്ളത്. ഇറാനിൽ വെച്ചാണെങ്കിൽ പോലും ഈ യുറേനിയം ശേഖരം പൂർണ്ണമായി നശിപ്പിക്കണമെന്ന ഉറച്ച നിലപാടിലാണ് US ഭരണകൂടം. ഇത്തരം നടപടികൾ തങ്ങളുടെ ആണവ പദ്ധതികളുടെ സുതാര്യത ഉറപ്പാക്കുമെന്ന് അമേരിക്ക വാദിക്കുമ്പോൾ ഇതിന് തങ്ങളുടെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റവും രാജ്യത്തിന്റെ ആത്മവീര്യത്തെ തകർക്കാനുള്ള നീക്കവുമായാണ് ഇറാൻ കാണുന്നത്. ഇരു രാജ്യങ്ങളും തങ്ങളുടെ നിലപാടുകളിൽ വിട്ടുവീഴ്ചയില്ലാതെ ഉറച്ചു നിൽക്കുന്നതിനാൽ ഈ പ്രതിസന്ധിക്ക് ഒരു ശാശ്വതമായ പരിഹാരം കണ്ടെത്തുക എന്നത് നയതന്ത്ര തലത്തിൽ വലിയൊരു വെല്ലുവിളിയായി തുടരുകയാണ്. ഈ കരാറിനെ പലപ്പോഴും ഒരു താൽക്കാലിക സമാധാനമായാണ് കാണുന്നത്. മേഖലയിലെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ ഇറാനും ആഭ്യന്തര രാഷ്ട്രീയത്തിൽ യുദ്ധത്തിന്റെ അലയൊലികൾ ബാധിക്കാതിരിക്കാൻ ട്രംപ് ഭരണകൂടവും ഈ കരാറിനെ ആശ്രയിക്കുന്നു. എന്നാൽ ആണവവിഷയത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിശ്വാസക്കുറവ് ഇപ്പോഴും വലിയൊരു പ്രതിസന്ധിയാണ്. കരാർ ഒപ്പിട്ട ശേഷം വരുന്ന 60 ദിവസങ്ങൾ നിർണായകമാണ്. ഈ കാലയളവിൽ ആണവ വിഷയത്തിൽ ഒരു ധാരണയിലെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ സമാധാന പ്രക്രിയ പാളിപ്പോകുമോ എന്ന ഭയം ലോകരാജ്യങ്ങൾക്കിടയിലുണ്ട്. എന്തായാലും ആണവ മോഹങ്ങൾ ഉപേക്ഷിക്കാത്ത ഇറാനും അത് അനുവദിക്കാൻ തയ്യാറാവാത്ത അമേരിക്കയും തമ്മിലുള്ള ഈ നയതന്ത്ര യുദ്ധം പശ്ചിമേഷ്യയുടെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്.